അല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങൾ MLA ഓഫീസ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കഴിഞ്ഞ 7 വർഷമായിട്ട് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ തന്നെയാണ് കൗൺസിലർമാരുടെ ഓഫീസുള്ളത്. ഈ കൗൺസിലറുടെ ഓഫീസ് നേരത്തെ LDFൻ്റെ കൗൺസിലറായിരുന്ന ശ്രീമതി ബിന്ദു 5 വർഷം ഉപയോഗിച്ചതാണ്. അത് കഴിഞ്ഞ് BJPയുടെ തന്നെ കൗൺസിലർ ശ്രീ മധുസൂദനൻ നായർ അദ്ദേഹം ഉപയോഗിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ലേഡി സ്റ്റാഫ് ഇവിടെ വാർഡ് കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഇത് സുഗമമായി നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ മാത്രം എന്താണ് ഇത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു സാങ്കത്യം? അപ്പോൾ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ദിനം പ്രതി വന്നു പോകുന്ന, ജനങ്ങൾക്ക് വരാനും പോകാനും പറ്റിയ സൗകര്യമുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു കൗൺസിലർ ഓഫീസ് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഗേറ്റുകളുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാൾ എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLAയോട് മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? അപ്പോൾ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങളതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. അല്ല, ഞാൻ ചോദിക്കട്ടെ, MLAക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം ഒരു നിയോജക മണ്ഡലം, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA. ഒരു ചെറിയ വാർഡിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന അവർ ഇന്നലെ വന്ന അവർ മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? അതുപോലെ അവർ പറയുന്നത് അവരുടെ അലമാരി എല്ലാം വെച്ചേക്കുന്നത് ടോയ്ലറ്റിൻ്റെ അകത്താണെന്നാണ്. ഇപ്പോഴും ഞങ്ങൾ പോയി കണ്ടു, ടോയ്ലറ്റിൻ്റെ അകത്ത്. അപ്പോൾ അത്രയും പോലും സ്ഥലപരിധി ഇല്ലെന്നാണ് മുൻ കൗൺസിലർ ഉൾപ്പെടെ പറയുന്നത്. അല്ല, അവർ അലമാര കൊണ്ട് ഒന്ന് ടോയ്ലറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കതിലെന്തെങ്കിലും പരിഹാരം? അലമാര വേണമെങ്കിൽ എൻ്റെ ആളിനെ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുക്കാം. അല്ല, എനിക്ക് അതിന് മറുപടിയില്ല. കാരണം അത് അവരുടെ ഓഫീസ് നേരത്തെ ഉപയോഗിച്ചിരുന്നവർ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറ്റി വെച്ചതായിരിക്കാം. അല്ലാതെ എന്താ അതിന് മറുപടി പറയാൻ വേണ്ടി കഴിയും? ഇപ്പോൾ നേരത്തെ ഇരുന്ന കൗൺസിലർ 1-2 മണിക്കൂറായിരിക്കും അദ്ദേഹം അവിടെ ഉപയോഗിക്കുക. പിന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടും കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുക. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിൻ്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതിൻ്റെ കോൾ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ നമ്മളിലുണ്ടല്ലോ. അതിൻ്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ആവശ്യപ്പെട്ടത് അവർക്ക് ഈ പറഞ്ഞത് തന്നെയാണ്. അസൗകര്യമുണ്ട്, അവർക്ക് ഓഫീസ് ചെറുതാണ്, അത് പോരാ, കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് മാറണം. അതുകൊണ്ട് MLA അവിടെ നിന്ന് മാറണം. മേയർ ആയിരുന്നെങ്കിൽ എനിക്ക് കോർപ്പറേഷൻ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു. ഞാൻ നേരത്തെ ഇത് പറഞ്ഞില്ല. മേയർ ആയിരുന്നെങ്കിൽ നേരത്തെ കോർപ്പറേഷൻ ഓഫീസ് ഉപയോഗിക്കാമായിരുന്നു. ഇപ്പോൾ അതല്ലല്ലോ സ്ഥിതി എന്ന് പറയുന്നൊരു സ്ഥിതി വന്നു. അപ്പോൾ ഇത് ശരിയല്ല. നമ്മളിപ്പോൾ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ MLAയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ കൗൺസിലർമാരും ഒരുമിച്ചിരുന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ എല്ലാവരുടെയും പ്രതിനിധികളല്ലേ നമ്മൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കോർപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ BJPയുടെ കൗൺസിലർമാർക്ക് മാത്രമാണോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുക? അവിടെ മറുഭാഗത്ത് 50 കൗൺസിലർമാരിരിക്കുകയല്ലേ, അവരുടെ കാര്യങ്ങൾ നിർവഹിക്കണ്ടേ? ഞാൻ മേയറായിരിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ വാർഡ് കമ്മിറ്റി ഓഫീസ് സംവിധാനം ഉണ്ടാക്കുന്നത് തന്നെ അപ്പോഴാണ്. ഓഫീസ് അനുവദിക്കുന്നത്, വാടക അനുവദിക്കുന്നത്, ഫർണിച്ചർ അനുവദിക്കുന്നത്, കമ്പ്യൂട്ടർ അനുവദിക്കുന്നത്, ഇതെല്ലാം 2015-19 കാലത്തെ മേയർ എന്ന നിലയിൽ അന്ന് നടത്തിയിട്ടുള്ള ഇടപെടലാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് ഓഫീസ് വരുന്നത്. അതിന് മുമ്പ് ഓഫീസ് തന്നെ ഇല്ല. ഏതെങ്കിലും സ്ഥലത്ത് കൗൺസിലർമാർ ഓഫീസ് ഉണ്ടാക്കി സ്വയം ഉണ്ടാക്കിയിരിക്കും. ഇപ്പോൾ അതല്ല സ്ഥിതി. കോർപ്പറേഷൻ വാടക കൊടുത്തിരിക്കുകയാണ്. ഞാനും ഇവിടെ വാടകയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ആ വാടക കൃത്യമായിട്ട് അടച്ചിട്ടുമുണ്ട്. യാതൊരുവിധ നിയമലംഘനവും നടത്തിയിട്ടുമില്ല. ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുമില്ല. നന്നായി പ്രവർത്തിക്കുകയാണ്. അല്ല, അത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 31 വരെ കാലാവധിയുണ്ട്. അതിനു മുമ്പ് ഒഴിപ്പിക്കാനാണ് കോർപ്പറേഷൻ ശ്രമിക്കുന്നതെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും അതിനെ നേരിടും. ഒഴിഞ്ഞു മാറാൻ ഞങ്ങൾ സന്നദ്ധവുമല്ല.